ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിവരാവകാശ നിയമം 2005 അഥവാ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 പാർട്ട് 1 ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വിവരാവകാശ നിയമം 2005 അഥവാ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു സംഘടനയാണ് MKSS അഥവാ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. 1990 രാജസ്ഥാനിൽ സ്ഥാപിതമായ സംഘടനയാണ് MKSS അഥവാ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. MKSSന്റെ രൂപീകരണത്തിന് നേതൃത്വം വഹിച്ച വനിതയാണ് അരുണ റോയ്. ഇവരെ കൂടാതെ നിഖിൽ ദേവ്, ശങ്കർ സിംഗ് എന്നിവരും രൂപീകരണത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. MKSS അഥവാ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ ഒരു കാർഷിക സംഘടനയാണ്. വിവരാവകാശ നിയമം 2005 നിലവിൽ വരാൻ കാരണമായ സംഘടന കൂടിയാണ് MKSS. അപ്പൊ ഈ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്ന PSC ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. വിവരാവകാശ നിയമം 2005 നിലവിൽ വരാൻ കാരണമായ സംഘടന എന്ന് ചോദിക്കും. അപ്പോൾ MKSS അഥവാ മസ്ദൂർ കിസാൻ ശക്തി സംഘടനാണ്. MKSS എന്ന സംഘടന ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്. MKSS നിലവിൽ വന്നത് 1990-ലാണ്. അതും ചോദിക്കാം. MKSS എന്ന സംഘടന അല്ലെങ്കിൽ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടന രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വനിതയാരെന്ന് ചോദിക്കാം. വനിതയാരെന്ന് ചോദിക്കുകയാണെങ്കിൽ അരുണ റോയ്. അല്ലെങ്കിൽ MKSS അല്ലെങ്കിൽ മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ രൂപീകരിച്ചവർ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അരുണ റോയ്, നിഖിൽ ദേവ്, ശങ്കർ സിംഗ്. നമ്മൾ പറഞ്ഞു ഇത് ഏത് തരം സംഘടനയാണെന്ന് ചോദിച്ചാൽ ഇതൊരു കാർഷിക സംഘടനയാണ്. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം. വിവരാവകാശ നിയമത്തിന്റെ നാൾവഴികളിലൂടെ നമുക്കൊന്ന് പോകാം. 1766 സ്വീഡനിലാണ് ലോകത്ത് ആദ്യമായിട്ട് വിവരാവകാശ നിയമം നടപ്പിലാക്കിയത്. ഒന്നുകൂടെ പറയാം. ലോകത്ത് ആദ്യമായിട്ട് വിവരാവകാശ നിയമം നടപ്പിലാക്കിയ രാജ്യം ഏതാണ്? സ്വീഡൻ. 1766 സ്വീഡൻ ലോകത്ത് ആദ്യമായിട്ട് വിവരാവകാശ നിയമം നടപ്പിലാക്കിയത്. 1975 സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശും രാജ് നാരായണനും തമ്മിൽ ഒരു കേസ് ഉണ്ടാവുകയും ആ കേസ് പ്രകാരം സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതായത് അനുച്ഛേദം 19(1) അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അത് പ്രകാരം വിവരാവകാശം ഒരു മൗലിക അവകാശമായി കണക്കാക്കുന്നുവെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. ഒന്നും കൂടെ പറയാം. 1975 സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശും രാജ് നാരായണനും തമ്മിൽ ഒരു കേസ് ഉണ്ടാവുകയും ആ കേസിൽ സുപ്രീം കോടതി പ്രഖ്യാപിച്ച എന്താണ്? അനുച്ഛേദം 19(1) അഭിപ്രായ സ്വാതന്ത്ര്യ പ്രകാരം വിവരാവകാശം ഒരു മൗലിക അവകാശമായി കണക്കാക്കുന്നുവെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിക്കുകയുണ്ടായി. അടുത്ത പോയിന്റ് നോക്കാം. 1986 അമേരിക്ക ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് നടപ്പിലാക്കി. 1986 അമേരിക്ക ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് നടപ്പിലാക്കി. 1989 അതായത് അമേരിക്ക ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് നടപ്പിലാക്കി 3 വർഷം കഴിഞ്ഞപ്പോൾ 1989 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന VP സിംഗ് വിവരാവകാശ നിയമം എന്ന ആശയം അവതരിപ്പിക്കുകയുണ്ടായി. ഏത് വർഷത്തിലാണ്? 1989 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന VP സിംഗ് വിവരാവകാശം എന്ന ആശയം അവതരിപ്പിക്കുകയുണ്ടായി. ഇനി നമുക്ക് അടുത്ത MKSS നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. MKSS 1990 രാജസ്ഥാനിൽ സ്ഥാപിതമായ ഒരു സംഘടനയാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു. നെക്സ്റ്റ് എന്ന് പറയുന്നത് 1996 നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾ RTI വിവരാവകാശ നിയമത്തിന്റെ കരട് രൂപീകരിച്ചു. നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾ RTIക്ക് വേണ്ടി കരട് രൂപീകരിച്ചത് ജസ്റ്റിസ് ആയ സുപ്രീം കോടതി
ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് PB സാവന്താണ് നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾ RDIക്ക് വേണ്ടി വിവരാവകാശ നിയമത്തിന്റെ കരട് രൂപം 1996 രൂപീകരിച്ചത്. ഒന്നുകൂടെ പറ, 1996 നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾ RDI വിവരാവകാശ നിയമത്തിന്റെ കരട് രൂപം രൂപീകരിച്ചു. കരട് രൂപം നാഷണൽ ക്യാമ്പയിൻ ഫോർ പീപ്പിൾ RDIക്ക് വേണ്ടി കരട് രൂപീകരിച്ചതാരാണ്? നിയമത്തിന്റെ കരട് രൂപീകരിച്ചത് ജസ്റ്റിസ് PV സാവന്താണ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനം തമിഴ്നാടാണ്. 1997 തമിഴ്നാട് ആദ്യമായി വിവരാവകാശ നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. 1997 ഇന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാടാണ് ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയത് ഇന്ത്യയിൽ. തമിഴ്നാട് 1997 വിവരാവകാശ നിയമം നടപ്പിലാക്കിയതിന് തൊട്ടു പിന്നാലെ തന്നെ ഗോവയും 1997 വിവരാവകാശ നിയമം നടപ്പിലാക്കി. 2002 രാജസ്ഥാനും കർണാടകയും വിവരാവകാശ നിയമം നടപ്പിലാക്കി. 2001 ഡൽഹിയും 2002 മഹാരാഷ്ട്രയും ആസാമും 2003 മധ്യപ്രദേശും 2004 ജമ്മു കാശ്മീരും വിവരാവകാശ നിയമം നടപ്പിലാക്കി. വിവരാവകാശ നിയമം നടപ്പിലാക്കുന്ന ലോകത്തെ 55ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. വിവരാവകാശ നിയമം നടപ്പിലാക്കുന്ന 55ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. വിവരാവകാശ നിയമം 2005. വിവരാവകാശ നിയമം 2005 നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ രാജ്യങ്ങളിലേതും പോലെ തന്നെ നമുക്കും ഒരു നിയമം ഉണ്ടായിരുന്നു, ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 എന്നും പറഞ്ഞു. പക്ഷേ വിവരാവകാശ നിയമം 2005 നിലവിൽ വന്നതോടുകൂടി എന്ത് അസാധുവായി? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 അസാധുവായിട്ടുണ്ട്. 2005 മെയ് മാസം 11 വിവരാവകാശ നിയമത്തിന്റെ ബിൽ ലോകസഭ പാസാക്കുന്നത്. അത് കഴിഞ്ഞ് 2005 ജൂൺ 15 വിവരാവകാശ നിയമം അഥവാ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാർലമെന്റും അഥവാ രാജ്യസഭയും പാസാക്കി. 2005 ജൂൺ 15 തന്നെയാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത്. 2005 ജൂൺ 15 നമ്മുടെ വിവരാവകാശ ബില്ലിൽ ഒപ്പുവെച്ച രാഷ്ട്രപതിയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. നമ്മുടെ വിവരാവകാശ ബിൽ നിയമം നിലവിൽ വരുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ്. ഒന്നും കൂടെ പറയാം, ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് എന്ന 2002 എന്ന് പറയുന്നത് വിവരാവകാശ നിയമം 2005 നിലവിൽ വരുന്നതിന് മുമ്പുള്ള നിയമമായിരുന്നു. വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ അതിന് ആൻസർ ആണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. വിവരാവകാശ നിയമം ലോക്സഭയിൽ അവതരിപ്പിച്ച ബില്ല് പാസ്സായത് 2005 മെയ് 11 രാജ്യസഭയിൽ പാസ്സായത് 2005 ജൂൺ 15 രാഷ്ട്രപതിയായ APJ അബ്ദുൽ കലാം വിവരാവകാശ ബില്ലിൽ ഒപ്പുവെച്ചത് 2005 ജൂൺ 15 വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം നിലവിൽ വരുന്നത്. ഈ നിലവിൽ വരുന്ന ദിവസം മുതൽ എന്താണ്, എല്ലാ സ്ഥാപനവുമായി ബന്ധപ്പെട്ട എല്ലാ ഇതും അതിന്റെ വിവരങ്ങളൊക്കെ നൽകി തുടങ്ങണം. എല്ലാ സംസ്ഥാനങ്ങൾക്കും അത് ബാധകമാണ്. വിവരാവകാശ നിയമം നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആയിരുന്നു. കോൺഗ്രസ് ഭരണമായിരുന്നു. മൻമോഹൻ സിംഗ് ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നാണ് വിവരാവകാശ നിയമം അറിയപ്പെടുന്നത്. ഒന്നുകൂടെ പറയാം, ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? വിവരാവകാശ നിയമം 2005 അഥവാ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആണ്. വിവരാവകാശ നിയമം 2005 ഒക്ടോബർ 12 നിലവിൽ വരുന്നു. അന്ന് മുതൽ ഭരണഘടനയുടെയോ ലോകസഭയുടെയോ അല്ലെങ്കിൽ നിയമസഭയുടെയോ നിയമം വഴി
അല്ലെങ്കിൽ സർക്കാരിന്റെ വിജ്ഞാപനം വഴിയോ സ്ഥാപിതമായ എല്ലാ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ധനസഹായം ലഭിക്കുന്ന സർക്കാർ ഇതര സംഘടനകളും ഈ നിയമത്തിന്റെ പരിധിയിൽ വരും. ഒന്നുകൂടെ പറയാം. 2005 ഒക്ടോബർ 12 നിയമം പ്രാബല്യത്തിൽ വരുന്നത്. അപ്പം 2005 ഒക്ടോബർ 12 മുതൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന അന്ന് മുതൽ ഭരണഘടനയുടെയോ ലോകസഭയുടെയോ അല്ലെങ്കിൽ നിയമം വഴി അല്ലെങ്കിൽ സർക്കാരിന്റെ വിജ്ഞാപനം വഴിയോ സ്ഥാപിതമായ എല്ലാ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ സഹായധനം ലഭിക്കുന്ന സർക്കാർ ഇതര സംഘടനകളും ഈ നിയമത്തിന്റെ പരിധിയിൽ വരും. വിവരാവകാശ നിയമം 2005 6 ചാപ്റ്ററുകളാണുള്ളത്. അത് ഓരോന്ന് എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അധ്യായം 1 അഥവാ ചാപ്റ്റർ 1 എന്ന് പറയുന്നത് പ്രാരംഭികം അഥവാ പ്രിലിമിനറി ആണ്. അധ്യായം 2 വിവരത്തിനുള്ള അവകാശവും പൊതു അധികാര സ്ഥാപനങ്ങളുടെ കടമകളും പറയുന്നതാണ് അധ്യായം 2 എന്ന് പറയുന്നത്. അധ്യായം 3 കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ചും അധ്യായം 4 സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ചും അധ്യായം 5 വിവരാവകാശ കമ്മീഷനുകളുടെ അധികാരങ്ങൾ, ചുമതലകൾ, അപ്പീലുകളും പിഴകളും എന്നിവയെ കുറിച്ച് പറയുന്നതാണ് അധ്യായം 5 എന്ന് പറയുന്നത്. അധ്യായം 6 പല വക അഥവാ മിസലേനിയസ് ആണ്. ഇവയാണ് വിവരാവകാശ നിയമത്തിന്റെ 6 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവരാവകാശ നിയമത്തിന്റെ ഷെഡ്യൂൾസും സെക്ഷൻസും ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകൾ തുടർച്ചയായി ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിടുക. താങ്ക് യു ഫോർ വാച്ചിങ്.